ഇത് ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയല്ല, അല്ലെങ്കിൽ മെസ്സിയെ മെസ്സിയാക്കി വളർത്തിയെടുത്ത ബാഴ്സലോണയുടെ ഗ്രൗണ്ടല്ല. ഇത് MLS ലീഗിലെ ഹണ്ടിങ്ടൺ ഫീൽഡ് എന്ന അമേരിക്കയിലെ ഒരു ഗ്രൗണ്ടാണ്. പറഞ്ഞു വരുന്നത്, ഇന്ന് പുലർച്ചെ നടന്ന ഇന്റർ മിയാമി വേഴ്സസ് കൊളംബസ് SC മത്സരം വീക്ഷിക്കാനെത്തിയ കാണികളുടെ എണ്ണത്തെക്കുറിച്ചാണ്. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ കളി കാണാനായി ആ ഗ്രൗണ്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം കാണികൾ വരുന്നത്. അമേരിക്കയുടെ പ്രധാന കായിക വിനോദം പോലുമല്ലാത്ത ഒരു ഫുട്ബോൾ മത്സരം കാണാനായി 60,614 കാണികളാണ് ഇന്നത്തെ മത്സരം വീക്ഷിക്കാനായി എത്തിയത്. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം കാണികൾ ആ ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറിയത്. ഫുട്ബോളിന് ഒട്ടും തന്നെ പ്രാധാന്യം നൽകാത്ത അമേരിക്കൻ ജനതയെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന് സാധിക്കുന്നു. കഴിഞ്ഞ 2 എവേ മത്സരങ്ങളിൽ നിന്നായി 60,614 62,358 കാണികളെയും കൂട്ടി 1,22,972 കാണികളാണ് കഴിഞ്ഞ 2 മത്സരങ്ങളായി ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെ കാണാനായി ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറിയത്. ലോക ഫുട്ബോളിലെ മറ്റേതൊരു താരം വന്നാലും ഇങ്ങനെ ഒരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ അമേരിക്കയുടെ മണ്ണിൽ സാധിക്കില്ല. ഇതല്ലേ യഥാർത്ഥ ഗോട്ട് എഫക്റ്റ്. MLS പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ് ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമി. ഇപ്പോൾ 1ഉം 2ഉം സ്ഥാനത്തുള്ളവർ 9 വീതം കളി കളിച്ചപ്പോൾ ഇന്റർ മിയാമി കളിച്ചത് 8 മത്സരം മാത്രമാണ്. 18 പോയിൻ്റാണ് ഇന്റർ മിയാമി ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. 1ഉം 2ഉം സ്ഥാനങ്ങളുള്ള 2 ടീമുകളും നേടിയിരിക്കുന്നത് 19 പോയിൻ്റാണ്.